ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ചുമ്മാ ഇരുന്ന് ഓരോന്നും ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുക. സോ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് അകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗൈസ്, ഇന്നത്തെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്ത് ടെൻഷൻ അടിക്കുക. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം അതിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും ടെൻഷൻ അടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഓവർ തിങ്കിങ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ കുറെ എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കും. സോ ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? നിങ്ങളിപ്പോൾ ഒരു കാര്യത്തെ കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു അല്ലെ? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു രണ്ടുപേര് പ്രണയിക്കുന്നു എന്ന് വിചാരിക്കുക. അവര് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അത് ബ്രേക്കപ്പ് ആവാൻ വലിയ സമയമൊന്നും വേണ്ട, ഇപ്പൊ ഫുള്ള് ബെസ്റ്റീസ് അല്ലേ. സോ അപ്പൊ അങ്ങനെ അവരുടെ ആ ലവ് ബ്രേക്ക് ആവുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, സോ അപ്പോഴത്തേക്കും ഇതിൽ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ സീരിയസ് ആയിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് കണ്ടിട്ടുള്ളത്. സോ അയാൾ എന്ത് ചെയ്യും? അയാൾ ഇതിനെ കുറിച്ച് ഇരുന്ന് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കും. അതുപോലെ പിന്നെ കൂടുതൽ ടെൻഷൻ ആവുക മാത്രമല്ല, അയാള് നല്ല കാര്യങ്ങളും ആലോചിക്കും, അതുപോലെ വേണ്ടാത്ത കാര്യങ്ങളും ആലോചിക്കും. ഈ നല്ല കാര്യങ്ങൾ ഈ സമയത്ത് ആലോചിക്കുന്നത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം അവർ നല്ല നിലയിലേക്ക് പിന്നെ കയറിപ്പൊക്കോടും. പക്ഷെ ഈ ചീത്തക്കാര്യം ആലോചിക്കുന്നവർ, ഈ ചീത്തക്കാര്യം മീൻസ് അവരവരുടെ ജീവൻ വരെ അവസാനിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്കും ഒരു പവറുള്ള ഐറ്റമാണ് ഈ ഓവർ തിങ്കിങ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് ഒരാളെ കൊല്ലണമെങ്കിലോ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് നശിപ്പിക്കണമെങ്കിലോ നമുക്ക് ഗണ്ണോ വേണം അല്ലേ? എന്നാൽ ഇതൊന്നും ഇല്ലാതെ സൈലന്റ് ആയിട്ട് കൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ എന്തുകൊണ്ടാണ് ഒരാളുടെ ജീവൻ എടുക്കാൻ കാരണമാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഡിപ്രഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ഒരു സ്ഥലത്തിരുന്ന് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് മെന്റലി അയാൾ ഡെത്ത് ആവേണം അവിടെ ഓൾറെഡി. പിന്നെ അവര് റിക്കവർ ചെയ്ത് ചിലർ റിക്കവർ ചെയ്ത് വരത്തില്ല. സോ ഈ വരാത്തവരെ കണ്ടീഷൻസിനെയാണ് പറയുന്നത് മെന്റലി ഡെത്ത്, അല്ലെങ്കിൽ അയാൾ പൂർണ്ണമായും മരിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും പവറുള്ള കാര്യമാണ് ഈ ഓവർ തിങ്കിങ്. ഗൈസ്, അപ്പോൾ ഇപ്പൊ ഞാൻ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം വെച്ച് ഞാൻ ഇനി ഒരു കാര്യം പറഞ്ഞു. ഇനി നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങളുടേതായ ഈ ടെൻഷൻ ഉണ്ടായിരിക്കും. ചിലപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഈ എക്സാം കഴിഞ്ഞ് ചുമ്മാ ഓവറായിട്ട് തിങ്ക് ചെയ്യും, ഓവറായിട്ട് ടെൻഷൻ അടിക്കും. നിങ്ങൾ എന്തിനാണ് ഈ ഓവറായിട്ട് ടെൻഷൻ അടിക്കുന്നത്? എക്സാം എന്തായാലും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഓവറായിട്ട് ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിന്റെ മാർക്ക് നോക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആരെങ്കിലും വിളിച്ചിട്ട് എനിക്ക് മാർക്ക് കൂട്ടിയിട്ട് തരാനോ, പൈസ കൊടുത്ത് കൂട്ടാനോ ഇതിനൊന്നും സാധിക്കൂല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യണം? എന്തായാലും എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നേ പറ്റൂ. അതിനു മുമ്പേ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾ തോൽക്കാം, ചിലപ്പോൾ നിങ്ങൾ ജയിക്കാം, എന്തായാലും പക്ഷെ റിസൾട്ട് വരും. സോ നിങ്ങൾ എന്തിനാണ് ചുമ്മാ അതുവരെ ടെൻഷൻ അടിക്കുന്നത്? തോക്കുന്നെങ്കിൽ തോക്കട്ടെ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്ന് വിചാരിക്കുക. നമ്മൾ ഈ എക്സ്ട്രീം ലെവലിൽ തിങ്ക് ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞു, നിങ്ങൾക്ക് 100% ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ജയിക്കും, അങ്ങനെ തന്നെ ഫിക്സ് ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് തോക്കുമെന്ന ടെൻഷൻ ആണെങ്കിൽ നിങ്ങൾ ആദ്യമേ തോൽക്കും, ഇനി ഞാൻ ഈ എക്സാം ജയിക്കത്തില്ല, തോൽക്കുമെന്ന ആ പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് ചിന്തിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ അവിടെയും ജയിക്കുമെന്നൊരു പ്രതീക്ഷ വെച്ചാൽ മാത്രമേ നിങ്ങൾക്കത് കൂടുതൽ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഓവർ തിങ്കിലോട്ട് വരുള്ളൂ. സോ നിങ്ങൾ അവിടെ വെച്ച് പ്രതീക്ഷ ഇങ്ങനെ വെക്കുക, ഞാൻ ഇനി ജയിക്കത്തില്ല, ഞാൻ ഈ വിഷയം തോക്കും, അത് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ജയിച്ചാലും നിങ്ങൾക്ക് സന്തോഷം കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് തോറ്റാലോ നിങ്ങൾ ഈ ഓവർ തിങ്കിലോട്ടോ അല്ലെങ്കിൽ മെന്റലായിട്ട് ഡിപ്രഷനിലോട്ടോ നിങ്ങൾ പോകത്തില്ല. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ തോക്കുമെന്ന്. സോ അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുക. അല്ലാതെ ആദ്യമേ കിടന്ന് ചുമ്മാ കുറെ ടെൻഷനും അടിച്ച് ബ്രെയിൻ ഒരു റെസ്റ്റും കൊടുക്കാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഈ ലോകത്ത് കുറച്ച് സമയം, ഒരു കൂടിപ്പോയ ഒരു 70 അല്ലെങ്കിൽ 80 ഇത്രയും പൈസ നമ്മൾ ജീവിക്കുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ മൊത്തം ടെൻഷനും അടിച്ച് എന്തിനാണ് നമ്മൾ ചുമ്മാ ഓവറായിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ ലൈഫിനെ തന്നെ ഡേഞ്ചറിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നിങ്ങളുടെ ജീവൻ കുറയ്ക്കാനും ഈ ഓവർ തിങ്കിന് സാധിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. മെന്റലി നിങ്ങളുടെ ജീവന്റെ അളവ് വരെ കുറയ്ക്കാനായിട്ട് ഈ ഓവർ തിങ്ക് എന്ന കാര്യത്തിന് സാധിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അടിച്ച് പൊളിച്ച് ജീവിക്കുക. നിങ്ങൾ ഒന്നിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ഒരാളെ തേച്ചു, പച്ച മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾ ഒരാളെ തേച്ചോ, പോട്ടെന്ന് പറഞ്ഞ് വിട്ട് കളയണം. എന്നിട്ട്
പിന്നെ ഇടിച്ചു കയറി വരണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരാൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ വെച്ച് തീരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇനി നമുക്ക് ലൈഫ് ഉണ്ടല്ലോ. സോ അടുത്ത ആളെ നമുക്ക് കിട്ടും, അങ്ങനെ വിചാരിക്കുക. സോ എല്ലാം ഒരു ഈസി ആയിട്ട് തിങ്ക് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒന്ന് പോയി ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര വറീഡായി അങ്ങനെയൊന്നും ആകേണ്ട ആവശ്യമേ ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഫുൾ എൻജോയ് ലൈഫാണ്. സോ ഞാൻ പറഞ്ഞതിൽ വെച്ച് നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ തലയ്ക്കകത്ത് കയറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്ത് മുൻപോട്ട് പോവുക. അതുപോലെ നിങ്ങൾ ഈ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പേര്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് രൂപേണ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അതിൻ്റെ പേരുന്നു.